നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളിലെ പ്രമേഹത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഇതിനായി തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റുമായ ഡോക്ടർ ദീപ അനിരുദ്ധനാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, കുട്ടികളിലെ പ്രമേഹ രോഗം എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിൽ സാധാരണയായി അമിതമായ ക്ഷീണം, അതുപോലെ തന്നെ അമിതമായ വിശപ്പ്, ദാഹം, അധികമായി മൂത്രമൊഴിക്കുക, അതുപോലെ തന്നെ വെയിറ്റ് കുറയുക, അങ്ങനെയുള്ള ഒരുപാട് ലക്ഷണങ്ങൾ കുട്ടികൾ കാണുകയാണെങ്കിൽ പ്രമേഹ രോഗത്തിന്റെ ലക്ഷണങ്ങളായിരിക്കാം. സാധാരണ രണ്ട് തരത്തിലുള്ള പ്രമേഹമാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. ഒന്ന് ടൈപ്പ് 1 പ്രമേഹവും മറ്റത് ടൈപ്പ് 2 പ്രമേഹം. ഈ രണ്ട് പ്രമേഹ രോഗലക്ഷണങ്ങളും വലിയ ആൾക്കാരെ പോലെ തന്നെ അതേ രോഗലക്ഷണങ്ങളാണ് കുട്ടികളിൽ കാണുന്നത്. പലപ്പോഴും ഇത് നേരത്തെ കണ്ടുപിടിക്കാതെ വരികയാണെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് വരാം. അതായത് അവർ ഒരു ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് എന്നുള്ള ഒരു സ്റ്റേജ്, അതായത് കുട്ടികൾക്ക് അമിതമായ ക്ഷീണം വരിക, ബോധമില്ലാതെ വരിക, വയറുവേദന, ഛർദി, അങ്ങനെയുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്കും പോകാവുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഡയബറ്റീസിന്റെ ലക്ഷണം. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പ്രമേഹം ബാധിച്ചാലുള്ള അപകടങ്ങൾ എന്തെല്ലാമാണ്? കുട്ടികളിൽ പ്രമേഹം ബാധിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വരും. അതായത് പ്രമേഹം തിരിച്ചറിയാതെ വരിക, ഷുഗർ അമിതമായിട്ട് കൂടുക, 500, 600 ആ റേഞ്ചിൽ വരിക, അങ്ങനെയുള്ള ആ സ്ഥിതിയിലേക്ക് വരികയാണെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് ജീവന് വരെ ആപത്തായിട്ട് വരാം. ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് എന്ന് പറയും. അപ്പോൾ തക്ക സമയത്ത് അത് കണ്ടെത്തി അതിന് ചികിത്സ കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ഒരു ഒരു പരിധി വരെ ഒഴിവാക്കാവുന്നതാണ്. അതാണ്. പിന്നെ വേറൊന്ന്, ഇപ്പൊ കുട്ടികളിൽ ഇൻസുലിന്റെ ട്രീറ്റ്മെന്റ് ആണ് അധികമായിട്ട്, ടൈപ്പ് 1 പ്രമേഹമാണ് അധികമായിട്ടുള്ളത്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻസുലിനാണ്. ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഷുഗർ പെട്ടെന്ന് അമിതമായിട്ട് കുറയാനുള്ള ഒരു ചാൻസും ഉണ്ട്. പിന്നെ ലോങ് ടേം ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ, അതായത് ഭാവിയിൽ വരാവുന്ന, ശരിയായ പ്രമേഹ നിയന്ത്രണം ഇല്ലെങ്കിൽ ഭാവിയിൽ വരാൻ ചാൻസ് ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് വൃക്കരോഗങ്ങൾ വരാം, ഹൃദ്രോഗങ്ങൾ വരാം, പിന്നെ നാഡിയെ ബാധിക്കാം, കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കും. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ശരിയായി നിയന്ത്രിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ആരോഗ്യകരമായിട്ട് കുട്ടികൾക്ക് ജീവിക്കാൻ സാധിക്കും. വ്യക്തമാണ് ഡോക്ടർ. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച സങ്കീർണതകളെല്ലാം ഈ ടൈപ്പ് 1 പ്രമേഹത്തിന്റെ സങ്കീർണതകളാണ്. ഇത് ടൈപ്പ് 1 കാണാം, ടൈപ്പ് 2 കാണാം. നമ്മൾ കുട്ടികൾ അധികം കാണുന്നത് ടൈപ്പ് 1 പ്രമേഹമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ശരീരത്ത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരിക. ഇതൊരു തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ചില ജനിതക കണ്ടീഷൻസ് ഉള്ളവർക്ക് ഓട്ടോ ഇമ്മ്യൂണിറ്റി വരുമ്പോൾ വരുന്ന ഒരു കണ്ടീഷനാണ്. ഇതൊരു ജീവിതശൈലി രോഗമേ അല്ല, പാരമ്പര്യമായിട്ട് വരുന്ന അസുഖമേ അല്ല. അവരുടെ ഇൻസുലിൻ ഉൽപാദനം കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെയുള്ള അവസരത്തിലാണ് ഇത് ടൈപ്പ് 1 പ്രമേഹം പ്രത്യക്ഷപ്പെടുന്നത്. അത് 6 മാസം മുതൽ ഏത് വയസ്സ് വരെ, 25 വയസ്സ് വരെയോ എപ്പോൾ വേണമെങ്കിലും അത് പ്രത്യക്ഷപ്പെടാം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ഇൻസുലിൻ എന്ന ട്രീറ്റ്മെന്റ് തക്ക സമയത്ത് തന്നെ എടുക്കുകയും നന്നായി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവയൊന്നും തന്നെ വരുന്നില്ല. എന്നാൽ അത് തീരെ ശ്രദ്ധിക്കാതെയും അങ്ങനെ അലക്ഷ്യമായിട്ട് ഭക്ഷണ ശൈലി അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ആണ് യൂഷ്വലി ഈ കോംപ്ലിക്കേഷൻസ് വരാറുള്ളത്. ടൈപ്പ് 2 പ്രമേഹം താരതമ്യേന കുറവാണ്. ടൈപ്പ് 2 പ്രമേഹം എന്നാൽ ഇൻസുലിന്റെ ആവശ്യമില്ല. അതായത് അതൊരു ജീവിതശൈലി രോഗമാണ്. കുട്ടികളിൽ അമിതവണ്ണം, അതുപോലെ തന്നെ വ്യായാമക്കുറവ്, അതുപോലെ അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ, ഇതെല്ലാം ചെയ്യുന്നുണ്ട് വണ്ണം കൂടുതലായിട്ട് വരികയും അങ്ങനെ ടൈപ്പ് 2 പ്രമേഹം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇൻസുലിൻ ആവശ്യമില്ല, അതിനു പകരം ഗുളികളാണ്. വലിയ ആൾക്കാരിൽ കാണുന്ന അസുഖമാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അത് കുട്ടികൾ വളരെ അധികമായിട്ട് ഇപ്പൊ കണ്ടുവരുന്നു. 10 വയസ്സിന് ശേഷമുള്ള അമിതവണ്ണമുള്ള കുട്ടികൾക്ക് വരുന്നു. അപ്പോൾ അതിന് ഗുളികൾ ആവശ്യമാണ്. എന്നാൽ രണ്ടു തരം ഡയബറ്റീസ് ആണെങ്കിലും ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സങ്കീർണതകൾ രണ്ട് കാര്യത്തിലും ഉണ്ടാകും. എന്നാൽ ഡയബറ്റിക് കീറ്റോസിഡോസിസ് കൂടുതലും ടൈപ്പ് 1 കാണുന്നത്. ബാക്കി രണ്ട് കണ്ടീഷൻസിലും ലോങ് ടേം ആയിട്ടുള്ള ഈ സങ്കീർണതകളെല്ലാം കണ്ടുവരും. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച ഈ ടൈപ്പ് 2 പ്രമേഹം കുട്ടികളിൽ ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം ഈ ടൈപ്പ് 2 പ്രമേഹം കുട്ടികളിൽ കണ്ടുവരുന്നത്? നമ്മുടെ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മുടെ ടൈപ്പ് 2 പ്രമേഹം ഒരു 2 മുതൽ 3 ഇരട്ടി വരെയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ 8 വയസ്സ് മുതൽ ഒക്കെ ഇപ്പൊ തന്നെ കാണുന്നുണ്ട് ടൈപ്പ് 2 ഡയബറ്റീസ്. നമ്മളുടെ പൊതുവെ നമ്മൾക്കറിയാം കുട്ടികളിലുള്ള ഈ വ്യായാമക്കുറവ്, സ്ക്രീൻ അഡിക്ഷൻ വളരെ അധികമാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ അനാരോഗ്യകരമായ ഭക്ഷണം, അതായത് ജങ്ക് ഫുഡ്സ് ഒക്കെ ഒരുപാടുണ്ട്. ഷുഗർ, സ്വീറ്റ്, ചോക്ലേറ്റ്സ്, അതുപോലെ ബേക്കറി പലഹാരങ്ങൾ,
ഇതെല്ലാം ഇപ്പൊ വളരെ അധികമായിട്ട് നമുക്ക് ലഭ്യമാണ്. അപ്പൊ കുട്ടികളെല്ലാം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ പെട്ടെന്ന് തടി വെക്കുന്നു, അതുപോലെ വ്യായാമം ഇല്ലാതെ വരുന്നു, അതുപോലെ അമിതവണ്ണം, ഇതെല്ലാം ഇതിന് കാരണമാകുന്നു. അപ്പോൾ ഇത് ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അതായത് കുട്ടികളുടെ ചെറുപ്പത്തിൽ തന്നെ ആരോഗ്യകരമായ എക്സസൈസ്, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ, ഹെൽത്തി ഫുഡൊക്കെ നമ്മൾ നേരത്തെ കുട്ടികൾ ഇങ്ങനെ ഒരു ജീവിതശൈലി ഉണ്ടാക്കുകയാണെങ്കിൽ ടൈപ്പ് 2 പ്രമേഹം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. പ്രത്യേകിച്ചും അച്ഛനമ്മമാർക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഡയബറ്റീസ് ഉള്ള കുട്ടികൾക്കാണ് ഈ ടൈപ്പ് 2 അമിതവണ്ണം വരുമ്പോൾ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് പ്രകടമാകും. ഇത് ടോട്ടലി ഒരു പ്രിവെന്റബിൾ ആയിട്ടുള്ള കാര്യമാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. നമ്മൾ യങ് ജനറേഷൻ, അതായത് പുതിയ തലമുറ സ്കൂളുകളിലൊക്കെ നമ്മൾ എക്സസൈസ് പോലത്തെ കാര്യങ്ങൾ വളരെ നന്നായി ചെയ്യണം. അതുപോലെ അവരുടെ ബോധവൽക്കരണം ആവശ്യമായിട്ടൊരു കാര്യമാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. കാരണം നമ്മൾക്കറിയാം നമ്മുടെ ജീവിതശൈലി കൊണ്ട് തന്നെ വരുന്ന ഒരു അസുഖമാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ശരി, വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ടൈപ്പ് 1 പ്രമേഹം എങ്ങനെയാണ് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത്? അതിനായിട്ട് നമുക്ക് എന്തെല്ലാമാണ് ചെയ്യാൻ കഴിയുക? ടൈപ്പ് 1 ഡയബറ്റീസ് പറഞ്ഞ പോലെ അതിന്റെ കൺട്രോളിന് വേണ്ടിയിട്ട് 4 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഒന്ന് ഇൻസുലിൻ, അത് അത്യന്താപേക്ഷിതമാണ്. മരുന്നുകളൊന്നും ഇവിടെ പറ്റുകയില്ല. ഇൻസുലിൻ കറക്റ്റ് അളവിലും കറക്റ്റ് ഡോസിലും എടുക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തത് ഭക്ഷണ നിയന്ത്രണം. എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ഡയറ്റ് ഒന്നുമില്ല, മധുരം ഒഴിവാക്കുക, വറുത്തതും പൊരിച്ചതും അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾക്ക് ഒഴിവാക്കുക, ഹെൽത്തി ഡയറ്റ് കഴിക്കണം. കുട്ടികൾക്ക് വളരുകയും കൂടെ വേണമല്ലോ, അപ്പൊ നമ്മൾ ഒരുപാട് ഫുഡ് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, മധുരം പോലത്തെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം, അതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം അതുപോലെ തന്നെ എക്സസൈസ് അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 3/4 മണിക്കൂറെങ്കിലും ഡെയിലി എക്സസൈസ് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായാൽ ഇൻസുലിൻ ആക്ച്വലി ആക്ട് ചെയ്യും, വളരെ നല്ലൊരു കൺട്രോൾ കിട്ടും. നാലാമത്തെ കാര്യം അവർ ഷുഗർ മോണിറ്ററിങ് ചെയ്യണം. ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 3 മുതൽ 4 പ്രാവശ്യം വരെ ഷുഗർ ചെക്ക് ചെയ്യണം, അതായത് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യണം, ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് 2 എക്സ്ട്രീം വരാം. ഇൻസുലിൻ കൂടിയാൽ ചിലപ്പം ഷുഗർ കുറഞ്ഞു പോകാം, അല്ലെങ്കിൽ ഇൻസുലിൻ മതിയാതെ വരിക ഫുഡിന്റെ എന്തെങ്കിലും വ്യതിയാനങ്ങൾ കൊണ്ട് ഷുഗർ കൂടാനും വഴിയുണ്ട്. അപ്പം ഡെയിലി ഉള്ള മോണിറ്ററിങ് ഇവരിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ 4 കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോയാൽ ടൈപ്പ് 1 ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്, എത്രയോ കുട്ടികൾ വളരെ നന്നായി കൺട്രോൾ ചെയ്യുന്നു പോകുന്നുണ്ട്. അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിലുള്ള സങ്കീർണതകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഹെൽത്തി ആയിട്ട് എത്രയോ വർഷങ്ങളോളം നമുക്ക് ജീവിക്കാൻ സാധിക്കും. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികൾക്ക് സ്കൂളിലും മറ്റും നൽകേണ്ട മുൻകരുതലുകൾ എങ്ങനെയാണ്? എന്തെല്ലാം പ്രത്യേക പരിചരണം ഇത്തരം കുട്ടികൾക്ക് ആവശ്യമാണ്? സ്കൂളില് ഒന്നാമത്തെ കാര്യം സ്കൂളുകാരെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. പല കുട്ടികൾക്കും ഒരു സ്റ്റിഗ്മയുണ്ട്. ഡയബറ്റീസ് വരികയാകുമ്പോൾ വല്ലവരും അറിഞ്ഞാലോ, ക്ലാസ്സിൽ മറ്റു കുട്ടികൾ അല്ലെങ്കിൽ ടീച്ചർമാർ അറിഞ്ഞാലോ, അങ്ങനെ ഒരു ചിന്തയുണ്ട്. പക്ഷെ ഒരിക്കലും അത് പാടില്ല. അവരുടെ ക്ലാസ്സിലെ അടുത്ത ഫ്രണ്ട്സും അതുപോലെ ടീച്ചറും എന്തായാലും ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം ചിലപ്പോൾ പെട്ടെന്ന് ഷുഗർ കുറഞ്ഞ് കുട്ടി ബോധമില്ലാതെ വീഴുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ടീച്ചർമാർക്ക് ഒരു അവബോധം ആവശ്യമാണ്. അതായത് 2 തരത്തിലും വരാം. ഷുഗർ കുറഞ്ഞാൽ ക്ഷീണം, ശ്രദ്ധിക്കാതെ വരിക, അതുപോലെ തന്നെ വേർക്കല്, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് കറക്റ്റായിട്ട് ടീച്ചർമാർക്ക് ഒരു അവബോധം ആവശ്യമാണ്. കാരണം നമ്മൾ പല രീതിയിലും ട്രെയിനിങ് കൊടുക്കാറുണ്ട് ടീച്ചേഴ്സിന്. അതായത് കുട്ടികളിൽ എങ്ങനെ അവരുടെ സ്കൂളിൽ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള കുട്ടി ഉണ്ടെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ ചെയ്യണം എന്നുള്ളത്. അപ്പം ഒന്ന് ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയുക, ഹൈപ്പോഗ്ലൈസീമിയുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടി കുട്ടിക്ക് ഉണ്ടെങ്കിൽ വയറുവേദന, ഛർദില് അങ്ങനെയൊക്കെ ഉണ്ട്, ഷുഗർ വളരെ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ DKയുടെ ലക്ഷണങ്ങളാവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഈ കുട്ടികൾക്ക് 4 നേരം ഇഞ്ചക്ഷൻ എടുക്കണം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. 4 നേരം ഫുഡിന്റെ കൂടെ ഇഞ്ചക്ഷൻ എടുക്കണം. അത് കൂടാതെ നൈറ്റ് ഒരു ഇഞ്ചക്ഷൻ, അങ്ങനെ 4 മുതൽ 5 വരെ ഇഞ്ചക്ഷൻ ഈ കുട്ടികൾ എടുക്കുന്നതാണ്. അപ്പൊ സ്കൂളിൽ ഇവർക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ ഉള്ള ഒരു സിക്ക് റൂം അത് എല്ലാ സ്കൂളുകളിലും ആവശ്യമാണ്. കാരണം പല കുട്ടികളും ബാത്റൂമിലൊക്കെ പോയിട്ടാണ് ഇൻസുലിൻ എടുക്കുന്നത്. അത് വളരെ അൺഹൈജീനിക് ആണ്. അത് നമ്മൾ ഇഞ്ചക്ഷൻ അല്ലേ എടുക്കുന്നത്. പിന്നെ ചിലർക്ക് മടിയാണ്, 4 പേര് കാണുമോ, വേറെ കുട്ടികൾ കാണുമോ എന്ന് വിചാരിച്ച് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള മടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സ്കൂളിൽ ഇതിനായിട്ടൊരു സിക്ക് റൂം വേണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് എല്ലാവിധ എൻകറേജ്മെന്റ് വേണം. പല സ്കൂളുകളിലും ഞാൻ കണ്ടിരിക്കുന്ന ടീച്ചർമാർ തന്നെ ഉച്ചയ്ക്കുള്ള ഡോസ് എടുത്തു കൊടുക്കാറുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ. വലിയ കുട്ടികൾ, ഒരു 8 വയസ്സിന് മീതെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ തനിയെ എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പാരന്റ്സ് വന്ന് എടുത്തു കൊടുക്കാം. അപ്പൊ സ്കൂളിൽ ടീച്ചർമാർക്ക് പിന്തുണ വളരെ വളരെ ആവശ്യമായിട്ടൊരു കണ്ടീഷനാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അതുപോലെ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ, പെട്ടെന്ന് എന്തെങ്കിലും ഹൈപ്പോഗ്ലൈസിമി വന്നാൽ തിരിച്ചറിഞ്ഞ് ഷുഗർ കൊടുക്കാനും, അതുപോലെ തന്നെ വൈദ്യസഹായം ആവശ്യമുണ്ടെങ്കിൽ അത് ഉടനെ ലഭ്യമാക്കാനുള്ള നടപടികളൊക്കെ സ്കൂളുകൾ ചെയ്തു വരാറുണ്ട്, നമ്മൾ കാണാറുണ്ട്.
ശരി, വ്യക്തമാണ്. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വിപിൻ മാധവാണ്. വിപിൻ, ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ, ഈ നമസ്കാരം. കുട്ടികൾക്ക് ഏത് പ്രായത്തിലാണ് ഷുഗർ ഉണ്ടാകുന്നത്? പാരമ്പര്യമായിട്ടാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം പാരമ്പര്യം എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് പാരമ്പര്യമായിട്ട് കണ്ടുവരുന്നത്. അതായത് പാരമ്പര്യമായിട്ട് മറ്റേ ഗ്രാൻഡ് പാരന്റ്സിൽ അല്ലെങ്കിൽ കുട്ടികളിലെ അച്ഛനമ്മമാർക്കൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ കുട്ടികൾ ആ രീതിയിലുള്ള ജീവിതശൈലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു അസുഖം തന്നെയാണ്. ജീവിതശൈലി രോഗം എന്നാണ് പറയുന്നത്. ടൈപ്പ് 1 എന്നുള്ളത് പാരമ്പര്യ രോഗമല്ല. അത് ഞാൻ പറഞ്ഞത് ചില ജനിതക കണ്ടീഷൻസ് ഉള്ളവർക്ക് ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി വരുമ്പോൾ ചില വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ കൊണ്ട് ഓട്ടോ ഇമ്മ്യൂണിറ്റി വരാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ഒരു അസുഖമാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അത് അടുത്ത ജനറേഷൻ ഉണ്ടാകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഇതേ ജനിതക ഘടനയുള്ള ചിലപ്പോൾ ചേട്ടനോ അനിയനോ ചിലപ്പോൾ ഉണ്ടായി വളരെ അപൂർവമായിട്ട് വരാം. പക്ഷെ അത് പാരമ്പര്യ രോഗമല്ല ടൈപ്പ് 1 ഡയബറ്റീസ്. ശരി, പ്രേക്ഷകന് വ്യക്തമാണെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ കുട്ടികളിലെ പ്രമേഹം നിയന്ത്രിക്കാൻ പ്രധാനമായിട്ടും ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാമാണ്? കുട്ടികളിൽ ആണെങ്കിൽ ഭക്ഷണത്തിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് ഭക്ഷണം. പലപ്പോഴും കുട്ടികൾ പാരന്റ്സ് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയബറ്റിക് ഡയറ്റ് എന്നുള്ള ഭക്ഷണം കുട്ടികൾക്ക് പറ്റില്ല. കുട്ടികൾക്ക് ഹെൽത്തി ഡയറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ഏത് ഭക്ഷണവും ഡയബറ്റിക് ഡയറ്റ് ആണ്. കുട്ടികൾക്ക് വ്യത്യസ്തമായ ഒരു ഡയറ്റ് കൊടുക്കരുത്. അതേ ഡയറ്റ് തന്നെ ഫാമിലിയിൽ എല്ലാവരും ഫോളോ ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ സാധാരണ പോലെ അന്നജം, അതുപോലെ തന്നെ പ്രോട്ടീന്, അതുപോലെ തന്നെ ഫാറ്റ്, സമീകൃതമായ ഒരു ആഹാരമാണ് അവർക്ക് വേണ്ടത്. പിന്നെ സിമ്പിൾ ഷുഗേഴ്സ്, അതായത് പഞ്ചസാര, ശർക്കര, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഡെഫിനറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. അത് നമുക്കറിയാം. ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചില ഫുഡ് ഐറ്റംസ് വളരെ പെട്ടെന്ന് ഷുഗർ കൂട്ടുന്നതാണ്. അതായത് മധുര പലഹാരങ്ങൾ, അതുപോലെ തന്നെ എണ്ണ കൊഴുപ്പുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങൾ, വറുത്തത്, പൊരിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയബറ്റീസ് കൺട്രോളിന് ഒരുമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സാധാരണ രീതിയിലുള്ള സമീകൃതമായ ഒരു ആഹാരം നമ്മൾ അവരോട് പറയാറുണ്ട്. ഹെൽത്തി ആയിട്ട് ഏത് ഡയറ്റും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണം, അതുപോലെ തന്നെ അങ്ങനെ പച്ചക്കറികൾ, അതുപോലെ തന്നെ പ്രോട്ടീൻ. അപ്പം അന്നജം ശരിക്കും പറഞ്ഞാൽ ഒരു 50% അന്നജം മതി. ബാക്കി പ്രോട്ടീനുള്ള ഭക്ഷണം, മുട്ടയൊക്കെ ഇഷ്ടംപോലെ കഴിക്കാം. അതുപോലെ തന്നെ പാല്, പച്ചക്കറികൾ, സാലഡ്സ്, ഇതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വലിയ വ്യതിയാനം ഇല്ലാതെ ഷുഗേഴ്സ് ഉണ്ടാകും. പിന്നെ അതായത് ആവശ്യം ജങ്ക് ഫുഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇനിയിപ്പോൾ വല്ലപ്പോഴും ഒരിക്കലൊക്കെ, അതായത് അവരുടെ ബർത്ത്ഡേയോ അതുപോലെ തന്നെ ഓണം, ക്രിസ്മസ്, അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ അവർക്ക് കഴിക്കാം. അവർക്ക് കേക്കൊക്കെ കഴിക്കാം, തീരെ കഴിക്കരുതെന്ന് അല്ല പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ ഷുഗർ കൂടാം. അതനുസരിച്ച് എക്സ്ട്രാ ഡോസ് എടുത്താൽ മതിയാവും. നമ്മൾ അവരോട് പറയാറുണ്ട്. കാരണം തീരെ ഇതൊന്നും കഴിക്കാതിരുന്നാൽ കുട്ടികൾക്കൊരു ഡിപ്രഷനും വിഷമം അതിലേക്കൊക്കെ പോവാം. അപ്പം അവരോട് പറയുന്നത് ഒക്കേഷൻസിൽ അവർക്ക് കഴിക്കാം, പക്ഷെ റുട്ടീനായിട്ട് ഈ സാധനങ്ങൾക്ക് അവോയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ ബാക്കി എക്സസൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ ഒപ്പത്തിനൊപ്പം തന്നെ കൊണ്ടുപോകാം. ഇനി ഡയറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ഏത് ഡയറ്റും അവർക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിൽ എല്ലാവർക്കും ഇതേ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറയും. അതായത് കുട്ടി ചായയിൽ മധുരം ഇടുന്നില്ലെങ്കിൽ വീട്ടിൽ ആരും ഇടണ്ട. മനസ്സിലായോ? കുട്ടിക്ക് വ്യത്യസ്തമായിട്ട് തോന്നാൻ പാടില്ല. ഇവന് കൊടുത്ത ഡയറ്റ് തന്നെ അസുഖമില്ലാത്ത മറ്റു കുട്ടിക്കും കൊടുക്കാം. അപ്പൊ എനി ഹെൽത്തി ഡയറ്റ് ഈസ് എ ഡയബറ്റിക് ഡയറ്റ്. ശരി ഡോക്ടർ, നമുക്ക് കാസർഗോഡ് നിന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. അനീഷ്, ചോദിച്ചോളൂ. അനീഷ്, ചോദിച്ചോളൂ. പ്രേക്ഷകന്റെ കോള് കട്ടായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ടൈപ്പ് 1 പ്രമേഹം പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ? നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാമാണ്? ടൈപ്പ് 1 ഡയബറ്റീസ് നമുക്കറിയാം, ഡയബറ്റീസ് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമല്ല. കാരണം ശരീരത്തെ പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. 0% ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പുറമേ നിന്ന് ഓരോ ഫുഡിനും ഇൻസുലിൻ കൊടുക്കേണ്ടി വരുന്നത്. പൂർണ്ണമായിട്ട് മാറ്റാവുന്ന ഒരു അസുഖമല്ല ഇപ്പോഴത്തെ സ്ഥിതി വെച്ച്. പക്ഷെ വളരെ ഭംഗിയായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാവുന്ന അസുഖമാണ്. അതായത് ഇപ്പൊ പുതിയ നൂതന ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഒന്ന് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മീറ്റർ എന്ന് പറയുന്നത്, ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് മീറ്റർ. അതായത് ഒരു ചെറിയ ഒരു മീറ്റർ ആണത്. അത് ചെറിയൊരു ഇത് നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്ത് വെക്കുന്ന ഒരു തരം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഷുഗർ മോണിറ്റർ ചെയ്യാം. അപ്പൊ ഓരോ നിമിഷം മൊബൈലിൽ ഷുഗേഴ്സ് അറിയാൻ പറ്റുന്ന ഒരു സംവിധാനം ആണ്. അപ്പൊ അത് അവൈലബിൾ ആണ്. നമ്മളെ മിഠായി പ്രോഗ്രാമിൽ ഇത് കൊടുത്തിരുന്നു ഒരു 2-3 വർഷം മുമ്പ്. എല്ലാ കുട്ടികൾക്കും ഇത് വെച്ചിരുന്നു, ഫ്രീ ആയിട്ട് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത്. അപ്പൊ അതൊരു വളരെ നല്ലൊരു സംവിധാനമാണ്. ഷുഗർ കൂടുമ്പോഴും കുറയുമ്പോഴും ഒക്കെ അതിന് അലാറം അടിച്ചുകൊണ്ടിരിക്കും. അതൊന്ന്. പിന്നെ ഇൻസുലിൻ പമ്പുകൾ അവൈലബിൾ ആണ്. ഇൻസുലിൻ പമ്പ് എന്ന് പറയുന്നത് അത് ഒന്നാമത്തെ ചിലവേറെ ചികിത്സയാണ്, പക്ഷെ അത് വളരെ നല്ല, ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് വളരെ നല്ലൊരു കാര്യമാണ് ഇൻസുലിൻ പമ്പ്. അതായത് ഇൻസുലിൻ സ്വന്തമായിട്ട് കൊടുത്തോണ്ടിരിക്കും പമ്പ്. ഷുഗറിന്റെ ഏറ്റവും കുറച്ച് നോക്കി കട്ട് ഓഫ് ചെയ്യാൻ, ഇങ്ങനെ പറ്റുന്ന
ഒരു ഒരു ഇതാണ് ഇൻസുലിൻ പമ്പ്. മിഠായി പ്രോഗ്രാമിലും ഇൻസുലിൻ പമ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് പേർക്കാണെങ്കിൽ പോലും ഇത് കൊടുക്കുന്നുണ്ട്. അതിന്റെ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അസുഖം മാറുമോ എന്ന് ചോദിച്ചാൽ, അതായത് ഒരുപാട് പുതിയ ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഇൻഹേലർ ആയിട്ട് ഇൻസുലിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭാവിയിൽ ഗുളിക രൂപത്തിൽ വന്നേക്കാം. അപ്പോൾ അതെല്ലാം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഡെഫിനറ്റ് ആയിട്ടുള്ളത് പാൻക്രിയാറ്റിക് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഐലറ്റ് സെൽ, അതായത് ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്ന ബീറ്റാ കോശങ്ങൾ മാറ്റിവെക്കുക, അങ്ങനത്തെ ചികിത്സകളും ഉണ്ട്. അത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെയാണ് ഉള്ളത്. ഇങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ഇൻസുലിൻ ഡിപ്പെൻഡൻസ് കുറയും, അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്ന മേഖലയാണ്. പുതിയ പുതിയ ട്രീറ്റ്മെന്റ്സ് വരാം. അതെല്ലാം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ബാധിച്ചിരിക്കുന്ന പ്രമേഹം ടൈപ്പ് 1 ആണോ അതോ ടൈപ്പ് 2 പ്രമേഹമാണോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈപ്പ് 1 പ്രമേഹമാണെങ്കിൽ നമ്മൾ ചില ആന്റിബോഡീസ് ശരീരത്തിൽ കാണാം. അപ്പൊ നമ്മൾ ഒരുപാട് ആന്റിബോഡീസ് ടെസ്റ്റ് ചെയ്യുക, അതുപോലെ സി പെപ്റ്റൈഡ് തുടങ്ങിയ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. നമുക്ക് അറിയാൻ സാധിക്കും ഇതെല്ലാം ശരീരത്തിൽ ഇൻസുലിന്റെ ഉത്പാദനം ഉണ്ടോ എന്ന് അറിയുന്ന ഒരു ടെസ്റ്റാണ് സി പെപ്റ്റൈഡ് ലെവൽസ്. പിന്നെ ശരീരത്തിൽ ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ചില ആന്റിബോഡീസ് ചെക്ക് ചെയ്താലും അതെല്ലാം പോസിറ്റീവായിരിക്കും. പിന്നെ അതായത് ഇൻസുലിൻ കൊണ്ട് മാത്രമേ ഷുഗർ കുറയുകയുള്ളൂ ഈ കുട്ടികൾക്ക്, ടൈപ്പ് 1 ഉള്ള കുട്ടികൾ. അങ്ങനെ പിന്നെ DK ആയിട്ട് പ്രസന്റ് ചെയ്യാം, ഡയബറ്റിക് കീറ്റോസിഡോസിസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ടൈപ്പ് 1 പ്രമേഹമാണോ എന്നുള്ളത്. പിന്നെ ഏത് പ്രായം മുതൽ, 6 മാസം മുതൽ ടൈപ്പ് 1 പ്രമേഹം വരാം. കുഞ്ഞു കുട്ടികൾ കാണുന്നത് അധികം ടൈപ്പ് 1 പ്രമേഹം തന്നെയാണ്. പിന്നെ ടൈപ്പ് 2 പ്രമേഹം സാധാരണഗതിയിൽ 10 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കാണ് കാണുന്നത്. അമിതവണ്ണം ഉണ്ടായിരിക്കാം, അവരുടെ കഴുത്തിൽ ഇങ്ങനെ കറുത്ത നിറത്തിൽ ഉള്ള അക്കാന്തോസിസ് എന്ന് പറയും. അതൊരു ഏർലി ഡയബറ്റീസിന്റെ ഒരു ലക്ഷണമാണ്, അമിതവണ്ണം. അതുപോലെ അങ്ങനെയുള്ള ജീവിതശൈലിയുള്ള കുട്ടികൾ, അതുപോലെ പാരമ്പര്യമായിട്ടുണ്ട് ഉണ്ടാകും. പാരന്റ്സിനും ചിലപ്പോൾ വേറെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ടാകും. അപ്പൊ ഇത് അവരിൽ സി പെപ്റ്റൈഡ് നോർമൽ ആയിരിക്കും, ഈ ആന്റിബോഡികളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ഈ ടെസ്റ്റുകൾ കൊണ്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ഇത് രണ്ട് തമ്മിൽ, ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ. അത് വ്യക്തമാണെന്ന് വിചാരിക്കും. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് കാസർഗോഡ് നിന്നൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ക്ഷമിക്കണം, കൊടുങ്ങല്ലൂർ എന്നൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. സ്നേഹലതയാണ്. സ്നേഹലത, ചോദിച്ചോളൂ. സ്നേഹലത, ചോദിച്ചോളൂ. സ്നേഹലത. ചോദിച്ചോളൂ. അതെ മാഡം, അമ്മയ്ക്ക് പ്രഗ്നൻസി ടൈമിൽ ഒരു ഷുഗർ വന്നിരുന്നു, പിന്നെ അത് ഇല്ലാണ്ടായി. രണ്ടാമതും അതേപോലെ പ്രഗ്നൻസി ആയപ്പോ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഷുഗർ പ്രഗ്നൻസി ടൈമിൽ വന്നാല് കുട്ടിക്ക് അത് വരാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പ്രഗ്നൻസി ടൈമിൽ വരുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്, ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്. അത് പ്രഗ്നൻസി കഴിയുമ്പം അത് മാറിപ്പോകുന്നതാണ്. പക്ഷെ സാധാരണഗതിയിൽ അമ്മയ്ക്ക് പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് കണ്ടാൽ കുട്ടികൾക്ക് ടൈപ്പ് 2 പ്രമേഹം വരാൻ ഒരു ചെറിയ റിസ്ക് ഉണ്ട്. കാരണം സാധാരണ ഓവർ വെയിറ്റും അങ്ങനെയുള്ള അമ്മമാരിലാണ് ഈ പ്രമേഹം കാണുന്നത് പ്രഗ്നൻസിയിൽ. അപ്പം ചെറിയൊരു റിസ്ക് ടൈപ്പ് 2 പ്രമേഹത്തിന് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട് ഭാവിയിലും. പ്രേക്ഷകയ്ക്ക് വ്യക്തമാണെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ കുട്ടിയുടെ ലക്ഷണങ്ങൾ പ്രമേഹം മൂലമാണോ എന്ന് ഉറപ്പിക്കാൻ എന്തെല്ലാം രക്തപരിശോധനകളാണ് ഉള്ളത്? ഞാൻ പറഞ്ഞു, ഈ ലക്ഷണങ്ങൾ എല്ലാമായി വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഒരു റാൻഡം ബ്ലഡ് ഷുഗർ ചെയ്യുകയാണ്. സാധാരണഗതിയിൽ 200-ന് മുകളിലായിരിക്കും. പിന്നെ ഫാസ്റ്റിംഗ് ഷുഗർ, വെറും വയറ്റിലുള്ള ഷുഗറിന്റെ അളവ് അത് 126-ന് മുകളിലായിരിക്കും. അതുപോലെ ഭക്ഷണത്തിന് 2 മണിക്കൂർ ശേഷമുള്ള ഷുഗർ 200-ന് മുകളിലായിരിക്കും. പിന്നെ HbA1c എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് സാധാരണ അതിന്റെ കട്ട് ഓഫ് ലെവൽ നമ്മൾ പറയുന്നത് 6.5-ന്റെ മുകളിലാണ്. പിന്നെ ഈ ബാക്കി എല്ലാ ലക്ഷണങ്ങളോട് കൂടി ഇതേ ടെസ്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം കൂടുതലാണെങ്കിൽ നമ്മളത് സാധാരണ പ്രമേഹമായിട്ട്, അത് കുട്ടികളിലാണെങ്കിലും വലിയ ആൾക്കാരിലാണെങ്കിലും ഇത് തന്നെയാണ് കട്ട് ഓഫ്. ശരി ഡോക്ടർ. ഡോക്ടർ, എന്താണ് മിഠായി പദ്ധതി? മിഠായി പദ്ധതി നമ്മുടെ കേരള സർക്കാർ തുടങ്ങിയ ഒരു സംരംഭം, ഒരു പദ്ധതിയാണ്. 2018 മുതൽ. ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തിരികെ വരാം. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഷിബു ആണ്. ഷിബു, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ, എൻ്റെ മകൻ ഈ ടൈപ്പ് 1 പേഷ്യൻ്റ് ആണേ. പക്ഷെ അവൻ്റെ ആന്റിബോഡി ചെക്ക് ചെയ്തപ്പോൾ അവൻ്റെ ശരീരത്തിൽ ആന്റിബോഡി ഇല്ലെന്നാണ് റിസൾട്ട് വന്നിരിക്കുന്നത്.
എല്ലാ ആന്റിബോഡീസും നോക്കിയോ? നമുക്കൊരു 7-8 ആന്റിബോഡീസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ചെക്ക് ചെയ്യുന്ന 1-2 മാത്രമേ അതും ചെയ്തു. അതും ചെയ്തു. മറ്റേ എല്ലാം മോഡി എന്ന് ചെയ്തു. പറഞ്ഞൊരു ഫുൾ ടെസ്റ്റ് പാനൽ ചെയ്തു, അതും ചെയ്തു. ചെയ്തു. എല്ലാം ഫുള്ള് പാനൽ ചെയ്തു. പാനൽ ടെസ്റ്റ് അതും ചെയ്തിരുന്നു. പാനൽ അതും അതും ചെയ്തിരുന്നു. അപ്പം അതും നെഗറ്റീവ് ആയിരുന്നു. അതിനകത്തും കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് 2 തരം ടൈപ്പ് 1A ഉണ്ട്, ടൈപ്പ് 1B ഉണ്ട്. ടൈപ്പ് 1B ആണ് ആന്റിബോഡി നെഗറ്റീവ്. ടൈപ്പ് 1A ആ, ആ, എന്ന് പറയുന്നത് ആന്റിബോഡി പോസിറ്റീവ് ആയിരിക്കാം. പക്ഷെ ആ, ബാക്കിയെല്ലാ ആ. ലക്ഷണങ്ങളും ഉണ്ടായിരിക്കാം. സി പെപ്റ്റൈഡ് വളരെ കുറവ്, അതുപോലെ തന്നെ ഈ കീറ്റോസിസ് വരിക. സീപെപ്റ്റൈഡും അതും വലിയ കുറവ് കാണിച്ചില്ലായിരുന്നു. അത് കട്ട് ഓഫ് നോക്കേണ്ടി വരും എത്ര വന്നു എന്നുള്ളത്. ഡോക്ടർ ക്ലിനിക്കലി ഡയഗ്നോസിസ് ചെയ്യുകയാണെങ്കിൽ അത് ഉം. ടൈപ്പ് 1 തന്നെ ആയിരിക്കാം. ബാക്കി ലക്ഷണങ്ങൾ ഡോക്ടർ പറയാൻ ടൈപ്പ് ആന്റിബോഡി ഡെഫിനറ്റ് ഇൻസുലിൻ അല്ല. എടുക്കാനാണ് പറഞ്ഞത്. ഇൻസുലിൻ എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ വേറെ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കാം. മെലിഞ്ഞ കുട്ടിയായിരിക്കാം, അതുപോലെ അവന് തന്നെ തടിയുള്ള ആളായിരുന്നു, പെട്ടെന്ന് വണ്ണം കുറഞ്ഞു വന്ന് വണ്ണം കുറഞ്ഞു. അങ്ങനെയാണ് ആ ചെക്ക് ചെയ്തത്. അത് ശരി, ഓക്കെ. ആ, ആ. അപ്പം കുറെ കാര്യങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2. പിന്നെ ടൈപ്പ് 1 നമ്മൾ മരുന്നുകൾ ഓറൽ മരുന്നുകൾ, ഗുളികൾ സ്റ്റാർട്ട് ചെയ്ത ഒട്ടും റെസ്പോൺസ് ഉണ്ടാവും. ഇൻസുലിൻ തന്നെ വേണ്ടി വരും. അപ്പൊ അതും നമ്മൾ ട്രൈ ചെയ്ത് ബോർഡർ ലൈൻ കേസിൽ ചിലപ്പോൾ ഓറലായിട്ട് മരുന്നുകൾ വിട്ട് നിൽക്കും. അത് HbA1c കുറയുന്നില്ലെങ്കിൽ പിന്നെ ഇൻസുലിനിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമ്മൾ ജനറ്റിക് ടെസ്റ്റ് ചെയ്യാൻ ആർക്കും ഇപ്പൊ ചെയ്യുന്നില്ല. അത് ഒരുപാട് ചിലവരെ ചികിത്സയാണ്. പക്ഷെ ബാക്കി ലക്ഷണങ്ങൾ വെച്ച് ഡോക്ടർക്ക് പറയാൻ പറ്റും ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ. ശരി, പ്രേക്ഷകന് വ്യക്തമാണെന്ന് കരുതുന്നു. നേരത്തെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്താണ് മിഠായി പദ്ധതി എന്നതിനെക്കുറിച്ചാണ്. ഡോക്ടർ തുടരാം. 2018 മുതൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പദ്ധതിയാണ് മിഠായി പദ്ധതി. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഇൻസുലിൻ, അതുപോലെ തന്നെ ഗ്ലൂക്കോസ് സ്ട്രിപ്സ്, അതുപോലെ തന്നെ യൂറിൻ കീറ്റോൺ സ്ട്രിപ്സ്, അങ്ങനെയുള്ള എല്ലാം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ഒരു വരുമാന പരിധിയുണ്ട്, പക്ഷെ അതിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ് സ്റ്റാർട്ട് ചെയ്തത് 2018. പിന്നെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട 5 മെഡിക്കൽ കോളേജുകൾ, തൃശ്ശൂർ, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ അത് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെയെല്ലാം പ്രത്യേക മിഠായി ക്ലിനിക്കുകളുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഏറ്റവും വലിയ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ എത്രയോ വില കൂടിയ മരുന്നുകൾ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മീറ്റർ അത് 5000 രൂപയോളം ചെലവുള്ളതാണ്. അതെല്ലാം കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഷുഗർ കൺട്രോളിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു മെഷീനാണ്. തുടക്കത്തിൽ അതെല്ലാം കൊടുത്തിരുന്നു. പിന്നെ ഈ ഇൻസുലിൻ പമ്പുകൾ 10-15 കുട്ടികൾക്ക് വിവിധ മെഡിക്കൽ കോളേജുകളായിട്ട് ഇൻസുലിൻ പമ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് വളരെ ഒരു അനുഗ്രഹമാണ്. ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരു ഗവൺമെന്റ് തലത്തിൽ ഫ്രീ ആയിട്ട് ടൈപ്പ് 1 ഡയബറ്റീസിന് മരുന്നുകൾ കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ടോ? വേറെ ഒരു സംസ്ഥാനത്ത് ഇത് തുടങ്ങിയിട്ടില്ല ഇതുവരെ. അവർക്ക് പദ്ധതിയുണ്ട്. നമ്മളുടെ മിഠായി പദ്ധതി റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് സംസ്ഥാനങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവരെ കുട്ടികളെ കണ്ട് ചികിത്സിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. പിന്നെ ട്രെയിൻഡ് നേഴ്സസ് ഉണ്ട്, ഡയറ്റീഷ്യൻ ഉണ്ട്. എല്ലാ മിഠായി ക്ലിനിക്കുകളിലും ഇതെല്ലാം ഉണ്ട്. പിന്നെ എല്ലാ ജില്ലകളിലും ഇതിന്റെ സാറ്റലൈറ്റ് സെന്റർ ഉണ്ട്. അപ്പൊ പാലക്കാടുള്ള കുട്ടികൾക്ക് പാലക്കാട് നിന്ന് മരുന്ന് കിട്ടണം. അവർക്ക് തൃശ്ശൂർ, കോഴിക്കോട് പോകേണ്ട ആവശ്യമില്ല. എല്ലാ ജില്ലകളിലും സാറ്റലൈറ്റ് സെന്റേഴ്സ് ഉണ്ട്. പിന്നെ 2-3 മാസത്തിലൊരിക്കൽ വിദഗ്ധ ചികിത്സയ്ക്കായി മെയിൻ ആയിട്ടുള്ള 5 മെഡിക്കൽ കോളേജുകളിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്. ശരി, വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് പ്രമേഹ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മറ്റു കുട്ടികളെ പോലെ തന്നെ സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? തീർച്ചയായും കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ഞാൻ തുടക്കം മുതൽ പറഞ്ഞു വരുന്നത്. ഡയബറ്റീസ്, ടൈപ്പ് 1 ഡയബറ്റീസ് ആയാലും ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിലും കൃത്യമായി ചിട്ടയോടുകൂടി നമ്മുടെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ജീവിതശൈലി കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നന്നായി ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അവർക്ക് സാധാരണ കുട്ടികളെ പോലെ പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പഠിച്ച് ഒരുപാട് നല്ല ജോലികളിൽ ഏർപ്പെടുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. നമുക്ക് അതെല്ലാം കാണുമ്പോൾ വളരെ സന്തോഷമാണ്. അവർക്ക് വ്യത്യസ്തമായിട്ട് തോന്നേണ്ട ഒരു ആവശ്യവുമില്ല. കറക്റ്റായിട്ട് ഇൻസുലിനും ജീവിതചര്യയും എല്ലാം ചെയ്ത് എക്സ്ട്രാ ആയിട്ട് ഇൻസുലിൻ എടുക്കുന്നത് മാത്രമേ വ്യത്യാസമേ കുട്ടികൾക്കുള്ളൂ. അല്ലാതെ അവർക്ക് വേറൊരു തരത്തിലും ബാധിക്കുന്നില്ല. പിന്നെ എന്ന് വെച്ചാൽ പരീക്ഷകളിലെല്ലാം ഈ കുട്ടികൾക്ക് പിന്നെ പ്രത്യേക പരിഗണനയുണ്ട്. നമ്മൾ നോക്കിയാൽ അറിയാം. 10th സ്റ്റാൻഡേർഡിന്റെ സർക്കുലറിലൊക്കെ ഇവർക്ക് എക്സ്ട്രാ ആയിട്ട് സ്നാക്സ് കഴിക്കാനുള്ള അനുവാദമുണ്ട്. അതുപോലെ തന്നെ CBSE ആണെങ്കിലും ഇവർക്ക് എക്സ്ട്രാ വെള്ളം, സ്നാക്സ് ഇതെല്ലാം കൊടുക്കാം. പിന്നെ എക്സ്ട്രാ ടൈമും 15 മുതൽ 30 മിനിറ്റ് വരെ എക്സ്ട്രാ ടൈം ഈ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പരിഗണനകൾ ഗവൺമെന്റുകൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ലോങ് ടേം ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഗവൺമെന്റ് എപ്പോഴും ഇങ്ങനത്തെ പദ്ധതികൾ കൊണ്ട് ഇവരുടെ കൂടെ.
വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ കുട്ടികളിലെ പ്രമേഹത്തെക്കുറിച്ച് പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അപ്പൊ കുട്ടികളിലെ പ്രമേഹം ത്തിന്റെ ലക്ഷണങ്ങളൊന്ന് കണ്ടുപിടിക്കുന്നത് അതേ ലക്ഷണങ്ങൾ തന്നെയാണ് വലിയ ആൾക്കാർക്ക് ഉണ്ടാകുന്ന അതേ ലക്ഷണങ്ങൾ തന്നെയാണ് കുട്ടികളിലും ഉള്ളത്. പിന്നെ കുട്ടികളിലുള്ള പ്രമേഹം അത്ര റെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പലർക്കും അത്ഭുതമുണ്ട്. 2 വയസ്സുള്ള 5 വയസ്സുള്ള കുട്ടികൾക്ക് പ്രമേഹം ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു അവബോധം ആവശ്യമാണ്. അതായത് ഡയബറ്റീസ് ഉണ്ടെന്ന് പറയുന്നതിന് ചിലർക്ക് അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. അപ്പം ടൈപ്പ് 1 ഡയബറ്റീസ് കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് നമ്പേഴ്സ് നമുക്ക് കൂടുന്നുണ്ട്. എസ്പെഷ്യലി കോവിഡിന് ശേഷം ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി കൂടുന്നതാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ടൈപ്പ് 1 ഡയബറ്റീസ് ഡെഫിനറ്റ് ആയിട്ടും കൂടുന്നുണ്ട്. ഇങ്ങനത്തെ ലക്ഷണങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. പാരന്റ്സ് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സിക്കണം. കാരണം ഒരു ലേറ്റ് ആയിട്ട് വന്ന് ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് എന്നുള്ളത് നമുക്കും സങ്കടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നേരത്തെ കണ്ടുപിടിക്കണം ഇങ്ങനത്തെ അസുഖങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ജനറൽ അവബോധം. ടീച്ചേഴ്സിനും ഒക്കെ ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ കുട്ടികളിൽ കാണുന്ന വെയിറ്റ് ലോസ് ഒക്കെ വരികയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് റെഫർ ചെയ്യാന്നുള്ളത്. പിന്നെ കൺട്രോൾ പിന്നെ ജനറൽ ആൾക്കാർക്ക് പറയാനുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റുകൾ എടുത്താൽ അതുപോലെ തന്നെ ചിട്ടയായ ഒരു ജീവിതശൈലി കൊണ്ടുപോവുകയാണെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഭാവിയിൽ ഈ കുട്ടികൾ ആരോഗ്യത്തോടെ കൂടി തന്നെ സന്തോഷത്തോടെ തന്നെ ഇരിക്കാൻ പറ്റും. പിന്നെ ഡോക്ടേഴ്സിന് സഹായം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിന്റെ സഹായം തേടാവുന്നതാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. അതുപോലെ തന്നെ പ്രമേഹ രോഗം ബാധിച്ച കുട്ടികളുടെ ഡയറ്റ് ചാർട്ട് ഒന്ന് ചുരുക്കി പറയാൻ സാധിക്കുമോ? ഓക്കെ, അപ്പൊ ഡയറ്റ് പറയുന്നത് ഈ കുട്ടികൾ ഇൻസുലിൻ സാധാരണ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ 3 പ്രധാന ആഹാരങ്ങൾ, അതായത് 3 മെയിൻ മീൽസും 3 സ്നാക്സ് അങ്ങനെയാണ് പറയുന്നത്. കാരണം സ്നാക്സ് എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇടനേരത്ത് ഇവര് ഷുഗർ കുറയാൻ ചാൻസ് ഉണ്ട്. ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ബ്ലഡ് ഷുഗർ 70 താഴെ പോകുമ്പോഴാണ് ഡയബറ്റീസ് ഉള്ള കുട്ടികൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്നത് പറയുന്നത്. അപ്പോൾ 3 മേജർ മീൽസും 3 മൈനർ മീൽസും ഓർ സ്നാക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തൊട്ട് മുമ്പ് ഇൻസുലിൻ എടുക്കണം. അത് ഇൻസുലിന്റെ സ്വഭാവം അനുസരിച്ച് അരമണിക്കൂർ മുതൽ 10 മിനിറ്റ് മുമ്പ് വരെ നമുക്ക് എടുക്കാം. രണ്ട് തരം ഇൻസുലിൻ ഉണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇൻസുലിൻ എടുക്കുക, ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്ക് മിഡ് ടൈം ഒരു 10-11 മണിയാകുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാം. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു മിഡ് ടൈം ആയിട്ടൊരു സ്നാക്ക് അത്യാവശ്യമാണ്. പിന്നെ ലഞ്ച് മെയിൻ ഇതാണ്. പിന്നത്തെ മൈനർ മീൽസ് ആണ് 4 മണിക്ക് അവർക്ക് എന്തെങ്കിലും ചെറിയൊരു സ്നാക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈവനിങ് ഡിന്നർ തൊട്ട് മുമ്പ് തന്നെ ഇൻസുലിൻ എടുക്കണം. 10 മണിക്ക് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഷുഗർ ചെക്ക് ചെയ്യണം. അപ്പോൾ ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് 3 to 4 ടൈംസ് ഇവർ ഷുഗർ ചെക്ക് ചെയ്തിരിക്കണം. ബെഡ് ടൈമിൽ ഷുഗർ കുറവാണെങ്കിൽ കുട്ടിക്ക് ഒരു ചെറിയ സ്നാക്ക് ആ സമയത്ത് കൊടുക്കാം. കുറവെന്ന് പറഞ്ഞാൽ 100-ന് താഴേക്ക് ആണെങ്കിൽ എപ്പോഴും രാത്രി ഷുഗർ കുറയാനൊരു ചെറിയ റിസ്ക് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല്, മധുരമില്ലാത്ത എന്തെങ്കിലും 1-2 ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. അപ്പൊ 3 മേജർ മീൽസ് 2 or 3 മൈനർ മീൽസ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഹൈപ്പോസ് അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ കുട്ടിക്ക് ഇൻസുലിൻ എടുക്കുമ്പോൾ അതിന്റെ ഭക്ഷണങ്ങളും കഴിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എക്സസൈസ്. കുട്ടികൾ നമ്മൾ സാധാരണ സ്കൂളിൽ ഓടിച്ചാടി കളിക്കുക, വല്ലാണ്ട് എക്സസൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് കളിക്കാൻ പോവുകയാണെങ്കിൽ എപ്പോഴും ഒരു ചെറിയ സ്നാക്ക് കൊടുത്തിട്ട് വിടണം. അല്ലെങ്കിൽ ഒരുപാട് കളിക്കുകയാണെങ്കിൽ ഇടയിൽ വിളിച്ചു കൊണ്ടുവന്ന് ഷുഗർ ചെക്ക് ചെയ്ത് സ്നാക്ക് കൊടുക്കണം. കാരണം ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാനുള്ള എപ്പോഴും ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അത് പ്രത്യേക ശ്രദ്ധ ആവശ്യമായിട്ടൊരു കണ്ടീഷനാണ്. ഡെഫിനറ്റ്ലി അത് പറയുന്നു. 2 എക്സ്ട്രീമിലോട്ടും ഷുഗർ പോകാം. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശരി ഡോക്ടർ, സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. കുട്ടികളിലെ പ്രമേഹത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടറിൽ ഇന്ന് ചർച്ച ചെയ്തത്. ഇതിനായി തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് പ്രൊഫസറും പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റുമായ ഡോക്ടർ ദീപ അനിരുദ്ധനാണ് ഇന്ന് നമുക്കൊപ്പം ചേർന്നത്. ഡോക്ടർ നന്ദി. സമയം പൂർത്തിയാകുന്നു. നമസ്കാരം.